നമ്മൾ ഇതിനു മുമ്പ് സിറോദ, അപ്സ്റ്റോക്സ് എന്നീ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിനെ പറ്റി റിവ്യൂ വീഡിയോകൾ ചെയ്തിരുന്നു. ഇന്നത്തേത് ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ പറ്റിയാണ്. ഏഞ്ചൽ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ളൊരു റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തേത്. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഇന്നിപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളതിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് തരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഹൈ റിസ്ക് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാലും അതിൻ്റെ ഉത്തരവും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭനഷ്ട സാധ്യതയ്ക്ക് വിധേയമാണ്. മാർക്കറ്റിനെ പറ്റി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വൈസേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും വേണം. ഇതിനാണ് നമ്മൾ ബ്രോക്കേഴ്സിൻ്റെ സഹായം തേടുന്നത്. നമുക്ക് സിറോദ വഴിയായാലും അപ്സ്റ്റോക്സ് വഴിയായാലും ഇല്ലെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിംഗ് വഴിയായാലും നമുക്കൊരു ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. 3 പ്ലാറ്റ്ഫോമുകളുടെ പർപ്പസ് സെയിം ആണെങ്കിലും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളിലും അതുപോലെ തന്നെ സർവീസ് ചാർജുകളിലും ഇവരുടെ പ്ലാറ്റ്ഫോമുകളിലൊക്കെയാണ് ഡിഫറൻസ് വരുന്നത്. ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ പറ്റി നോക്കുകയാണെങ്കിൽ 1987 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് കമ്പനിയാണ് ഏഞ്ചൽ ബ്രോക്കിംഗ്. ആദ്യകാലത്തൊക്കെ ഇവർ ഫുൾ സർവീസ് ബ്രോക്കിംഗ് മാത്രമായിരുന്നു നൽകിക്കൊണ്ടിരുന്നത്. അതായത് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് നൽകും, അതുപോലെ തന്നെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി അതിൻ്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ നമുക്ക് നൽകും. പിന്നെ കസ്റ്റമേഴ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ടാകും. പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, വെൽത്ത് മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള പല സർവീസുകളും ഇത്തരത്തിലുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫുൾ സർവീസ് ബ്രോക്കർ ഫേമാണ് ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിംഗ്. ഫുൾ സർവീസ് ബ്രോക്കിംഗ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ബ്രാഞ്ചുകൾ ഉണ്ടാകും പല സ്ഥലങ്ങളിലും. ഇപ്പോൾ ഏഞ്ചൽ ബ്രോക്കിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിലും തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഇവർക്ക് നമുക്ക് ഫിസിക്കലായിട്ടുള്ള ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ബ്രോക്കിംഗ് ചാർജ്, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ചാർജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹയർ ആയിരിക്കും. മുമ്പുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആയിരുന്നു കൂടുതലും. അതിനുശേഷമാണ് മാർക്കറ്റിലേക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സായ സിറോദ, അപ്സ്റ്റോക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വന്നത്. ഡിസ്കൗണ്ട് ബ്രോക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫുള്ളി ഓൺലൈൻ ആയിരിക്കും. ഇവർക്ക് ഫിസിക്കൽ ബ്രാഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് വഴി നമ്മൾ സെൽഫായിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. നമുക്ക് ആരും അഡ്വൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകുന്നില്ല. ഫുള്ളി നമ്മളുടെ കൺട്രോളിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിന് ബ്രോക്കർ ചാർജും അതുപോലെ തന്നെ മറ്റു വരുന്ന ട്രാൻസാക്ഷൻ ചാർജുകളൊക്കെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിനെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഏഞ്ചൽ ബ്രോക്കിംഗ് ഫുൾ സർവീസ് ബ്രോക്കിംഗ് സർവീസ് കൂടാതെ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സിറോദ, അപ്സ്റ്റോക്സ് പോലുള്ള ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് പോലെ അതേ കുറഞ്ഞൊരു ചാർജിൽ നമുക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെയും ഈ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സർവീസ് ഉപയോഗിക്കാനായി സാധിക്കും. മൊബൈൽ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്, അതുപോലെ തന്നെ വെബ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെങ്കിൽ ഏത് ബ്രോക്കേഴ്സിനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്സ്റ്റോക്സിനെ ചൂസ് ചെയ്യാം, സിറോദയെ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏഞ്ചൽ ബ്രോക്കിങ്ങിനെ ചൂസ് ചെയ്യാം. ഇതുകൂടാതെ വേറെയും കമ്പനികളും ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവരുടെ സർവീസ് ചാർജ്, അതുപോലെ തന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതുള്ള കാര്യങ്ങളിലൊക്കെയാണ് വ്യത്യാസം വരുന്നത്. പക്ഷേ ഇവരുടെ പ്ലാറ്റ്ഫോം ഇൻ്റർഫേസ്, പിന്നെ ഇവരുടെ സർവീസ് ചാർജ്, പിന്നെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ഡിഫറൻസ് വരുന്നത്. ആദ്യം തന്നെ മറ്റു ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോംസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പ്രത്യേകത വരുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസും ലഭിക്കും. ഇവർക്കൊരു റിസർച്ച് ടീമുണ്ട്. ഈ ഒരു റിസർച്ച് ടീം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് ARQ എന്ന് പറഞ്ഞൊരു അൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻസ് ഒക്കെ നൽകുന്ന ഒരു സർവീസ് ഉണ്ട്. ഇതൊരു അവാർഡ് വിന്നിംഗ് സർവീസാണ്. ഇതും ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. പിന്നെ ഇവരുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ന്യൂസ് അവൈലബിൾ ആണ്. അപ്പോൾ ന്യൂസ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തുന്നവർക്ക് അത് വളരെ പ്രയോജനകരമാണ്. ലൈവായിട്ടുള്ള മാർക്കറ്റുമായി ബന്ധപ്പെട്ട ന്യൂസൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റു പ്ലാറ്റ്ഫോമുകളിലുള്ളതുപോലെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് IPOയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതുപോലെ തന്നെ നമുക്ക് സോവറൈൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പിന്നെ നമുക്ക് പോളിസി, അതായത് ഇൻഷുറൻസ് പോളിസികളും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പർച്ചേസ് നടത്തുവാനായി സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. പിന്നെ ഇവർക്ക് സ്മാർട്ട് മണി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇതിലൂടെ നമുക്ക് ഈ ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് സൗജന്യമായി അറ്റൻഡ് ചെയ്യാം. പോഡ്കാസ്റ്റ് ആണ്. നമുക്ക് ഇവർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേയധികം ക്ലാസ്സുകൾ ഈ ഒരു സ്മാർട്ട് മണി പ്ലാറ്റ്ഫോം വഴി അറ്റൻഡ് ചെയ്യുവാനായി സാധിക്കും. ഇനി ഒരു ഏഞ്ചൽ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ചാർജുകൾ നോക്കുകയാണെങ്കിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ചാർജ് വരുന്നില്ല, 0 ആണ്. നമ്മൾ ഫീസൊന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല. പിന്നെ ഫസ്റ്റ് ഇയർ ആനുവൽ മെയിൻ്റനൻസ് ചാർജ് അതും വരുന്നില്ല, അതും ഫ്രീ ആണ്. രണ്ടാമത്തെ വർഷം തൊട്ട് ആനുവൽ മെയിൻ്റനൻസ് ചാർജ് മന്ത്ലിയാണ് ഇവർ എടുക്കുന്നത്. മന്ത്ലി 20 രൂപയായിരിക്കും ചാർജ് ആയിട്ട് എടുക്കുന്നത്. ഇനി ബ്രോക്കർ ചാർജ് നോക്കുകയാണെങ്കിൽ നോർമൽ ഇക്വിറ്റി ഡെലിവറി സൗജന്യമാണ്, ചാർജൊന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇൻട്രാഡേ, പിന്നെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, പിന്നെ കറൻസി, കമ്മോഡിറ്റി ട്രേഡിംഗ് ഒക്കെ ആണെങ്കിൽ പെർ ട്രേഡിന് 20 രൂപ അല്ലെങ്കിൽ 0.25%, ഇതിലേതാണ് ലോവർ ആ ഒരു ചാർജ് ആയിരിക്കും ഈടാക്കുക. ഇനി എങ്ങനെ ഏഞ്ചൽ ബ്രോക്കിംഗിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അതിനുശേഷം ഈ ഒരു പ്ലാറ്റ്ഫോം വിശദമായിട്ട് പരിചയപ്പെടാം. ഇനി എങ്ങനെ ഏഞ്ചൽ ബ്രോക്കിംഗിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വെബ് പേജ് ആയിരിക്കും ലോഡായിട്ട് വരിക. ഇതിൽ നമ്മുടെ ഫുൾ നെയിം എൻ്റർ ചെയ്യുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, സിറ്റി സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP
വരും. ഒരു OTP ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം ഓപ്പൺ ആൻ അക്കൗണ്ട് എന്ന ഈ ഒരു യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ഈ ഒരു വിൻഡോയിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ പാൻ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID എന്നീ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് നൽകുക. അത്ര എൻ്റർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറും അതുപോലെ തന്നെ IFSC കോഡും എൻ്റർ ചെയ്യാനായിട്ട് വരുന്നത്. ഈ ഒരു അക്കൗണ്ട് വഴിയായിരിക്കും നമ്മൾ ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ വിഡ്രോ ചെയ്യുന്നതും ഈ ഒരു ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക, IFSC കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിലവിൽ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. നമ്മുടെ ആനുവൽ ഇൻകം, നമ്മുടെ ജോലി, അതുപോലെ തന്നെ നമ്മുടെ ഫാദർ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പാൻ നമ്പറിൽ നിന്നും ഫെച്ച് ആയിട്ടുണ്ടാകും. നെക്സ്റ്റ് വരുന്ന വിൻഡോയിൽ നമ്മളുടെ ഒരു ID പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അതായത് പാൻ കാർഡ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് നൽകണം. പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അത് നിങ്ങൾ ഓപ്ഷൻ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, കമ്മോഡിറ്റി ട്രേഡിംഗ്, കറൻസി ട്രേഡിംഗ് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ആ ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നൽകിയാൽ മതിയാകും. അപ്പോൾ നമ്മളുടെ പാനിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. പാൻ കാർഡിൻ്റെ ഒന്നെങ്കിൽ നമ്മുടെ ഗാലറിയിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ലൈവായിട്ട് ക്യാമറ ഉപയോഗിച്ച് ഒരു ഇമേജ് എടുക്കാം. അപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് എൻ്റെ പാൻ കാർഡിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളുടെ പാനിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫെച്ച് ചെയ്തു. പാൻ നമ്പർ ഫെച്ച് ചെയ്തു, നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടി, അതുപോലെ തന്നെ ഫാദർ നെയിമും ഫെച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നമ്മളുടെ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് നൽകണം. അതുകൂടാതെ നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതായിട്ടുണ്ട്. ഫോട്ടോ ലൈവായിട്ടുള്ള ഒരു ഫോട്ടോ ആണ്, നമുക്ക് ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റില്ല. സിഗ്നേച്ചർ നമുക്ക് ലൈവോ ഇല്ലെങ്കിൽ നേരത്തെ എടുത്ത് വെച്ചത് ഗാലറിയിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് നൽകുകയോ ചെയ്യാം. അപ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് വേണമെന്ന് ചോദിക്കും. ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടും ഡീഫോൾട്ടായിട്ട് ആക്ടിവേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഡെറിവേറ്റീവ്സ് വേണോ വേണ്ടയോ എന്ന് ചോദിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് ഡീഫോൾട്ടായിട്ട് റെക്കമെൻഡഡ് ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചൂസ് ചെയ്യുക. അവസാനത്തെ സ്റ്റെപ്പായിട്ട് വരുന്നത് ഇ-സൈൻ ആണ്. നമുക്ക് ആധാർ OTP വെച്ച് ഇ-സൈൻ ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ ഇ-സൈൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇ-സൈൻ ചെയ്യാനുള്ള ഒരു ഓതറൈസേഷൻ ബോക്സ് ടിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ആധാർ നമ്പറോ ഇല്ലെങ്കിൽ വിർച്വൽ ID ആണെങ്കിൽ വിർച്വൽ ID എൻ്റർ ചെയ്ത് സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആധാറുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആധാർ OTP, ആ ഒരു OTP ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ട് ഓപ്പണിംഗ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിൻഡോ വരും. ഇനി വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ട്. 2 മണിക്കൂറാണ് വെരിഫിക്കേഷൻ പ്രോസസ്സിനായിട്ട് പറയുന്നത്. അങ്ങനെ ഞാൻ ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അക്കൗണ്ടൊക്കെ സെറ്റായി കഴിയുവാൻ നേരം നമുക്കൊരു മെയിലും കാര്യങ്ങളൊക്കെ ലഭിക്കും. നമുക്ക് അക്കൗണ്ടിൻ്റെ യൂസർ നെയിമും അതുപോലെ തന്നെ ഒരു പാസ്വേഡ് ലഭിക്കും. പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റ് ലൈവ് ആണ്. ഇതാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മൊബൈൽ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഈ ഒരു വാച്ച് ലിസ്റ്റിൽ ഇവർ ഡീഫോൾട്ടായിട്ട് ഇപ്പോൾ നിഫ്റ്റി 50 കമ്പനികളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൽഫബറ്റിക് ഓർഡറിലാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ആഡ് വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ലിസ്റ്റിന് ഒരു നെയിം നൽകി നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ മോണിറ്റർ ചെയ്യുന്ന സ്റ്റോക്കുകളൊക്കെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിയുന്നിടത്ത് ഹോം പേജിൽ തന്നെ ഇത് വരും. നമുക്ക് എളുപ്പത്തിൽ ആ സ്റ്റോക്കുകൾ മോണിറ്റർ ചെയ്യുവാനായി സാധിക്കും. പിന്നെ നമ്മൾ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വ്യൂ ചെയ്ത സ്റ്റോക്കുകളുടെ ലിസ്റ്റ് വരും. പിന്നെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാറ്റഗറിയാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. ഇൻഡെക്സിൽ നിഫ്റ്റി, സെൻസെക്സ്, ബാങ്ക് നിഫ്റ്റി ഇതിൻ്റെയൊക്കെ ഇൻഡെക്സുകളുടെ ലൈവ് പെർഫോമൻസ് നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായി സാധിക്കും. പിന്നെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇക്വിറ്റി മാർക്കറ്റിൻ്റെ ഒരു റിപ്പോർട്ടാണ് വരുന്നത്. ആ ഒരു ദിവസത്തെ ടോപ്പ് ഗെയിനർ, അതുപോലെ തന്നെ ടോപ്പ് ലോസേഴ്സ്, പിന്നെ മോസ്റ്റ് ആക്റ്റീവ് ബൈ വാല്യൂ, പിന്നെ മോസ്റ്റ് ആക്റ്റീവ് ബൈ വോളിയം, ഇങ്ങനെ പല പല കാറ്റഗറികളിലായിട്ട് അവർ സ്റ്റോക്കുകൾ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് കാണിച്ചിട്ടുണ്ടാകും. പിന്നെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഫൈൻഡ് ഔട്ട് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു കാര്യമാണത്. അവർ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് ലിസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് സെക്ടർ വൈസ് അനാലിസിസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുവാനായി സാധിക്കും. പിന്നെ ലെഫ്റ്റിലേക്ക് വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് ന്യൂസ് വരുന്നത്. മാർക്കറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ബിസിനസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ ലൈവായിട്ട് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ആപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ വരുന്ന ഒരു വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് വരുന്നത്. വാച്ച് ലിസ്റ്റ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പോർട്ട്ഫോളിയോ ആണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫർമേഷൻസ് ആണ് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നമുക്ക് കാണുവാനായി സാധിക്കുക. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ, പിന്നെ ഓരോ ദിവസത്തെയും ഗെയിൻ ആണോ അല്ലെങ്കിൽ ലോസ് ആണോ അതിൻ്റെ റിപ്പോർട്ടൊക്കെ നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നിന്നുകൊണ്ട് കാണുവാനായി സാധിക്കും. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഓർഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. ഓർഡറിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണുവാനായി സാധിക്കും. പെൻഡിങ് ആണെങ്കിൽ പെൻഡിങ് ഓർഡറിൽ കാണിക്കും. ഇനി എക്സിക്യൂട്ട് ആയെങ്കിൽ അത് പൊസിഷൻസിൽ നമുക്ക് കാണിക്കും. പിന്നെ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. ഫണ്ടിൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനും വിഡ്രോ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വരുന്നത്. പിന്നെ വരുന്ന ഓപ്ഷനാണ്
ഇതാണ് റിസർച്ച് എന്ന് പറഞ്ഞത്. ഇതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഒക്കെ നൽകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രാഡേ, ഷോർട്ട് ടൈം, പിന്നെ ARQ ഇൻട്രാഡേ, അങ്ങനെ പല പല കാറ്റഗറികളിലായിട്ട് കുറേയധികം സജഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസ് നമുക്ക് ഈ ഒരു റിസർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കാണുവാനായി സാധിക്കും. ഇതുകൂടാതെ കമ്മോഡിറ്റി, കറൻസി, അതിലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസസ് നമുക്ക് ലഭ്യമാണ്. എപ്പോഴും ഈ ഒരു റിസർച്ച് അഡ്വൈസ് ലഭ്യമാകണമെന്നില്ല. നല്ല നല്ല ഓപ്ഷൻസ് വരുമ്പോഴായിരിക്കും അവർ അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ അതിൻ്റെ പെർഫോമൻസ് റിപ്പോർട്ട് നമുക്ക് അവിടെ തന്നെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഇൻട്രാഡേ ആണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് 90 ഡേയ്സിൽ 125 നെഗറ്റീവ് കോൾസും 363 പോസിറ്റീവ് കോൾസുമാണുള്ളത്. ഷോർട്ട് ടൈം ആണെങ്കിൽ 80 നെഗറ്റീവ് കോൾസാണുള്ളത്, 263 പോസിറ്റീവ് കോൾസ് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സിൽ ഇവർക്ക് അച്ചീവ് ചെയ്യാനായി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ARQ പ്രൈം എന്ന് പറഞ്ഞ ഇവരുടെ ഒരു സർവീസ് ഉണ്ട്. അതുവഴി നമുക്ക് ഇവർ സ്റ്റോക്കുകൾ റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ നിലവിൽ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്, 15 ബൈ കോൾസാണ് വന്നിരിക്കുന്നത്. ഇവർ 15 സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂ വരുന്നത് 38,042 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ബൈ ഓൾ സ്റ്റോക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് ഇവർ അഡ്വൈസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അഡ്വൈസുകൾ എപ്പോഴും ശരിയാകണമെന്നില്ല, ഇവിടെ റിസർച്ചിൻ്റെയും പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വൈസസ് ആണ്. മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യുവാനായി സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ലോങ് ടൈമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുവാനായി സാധിക്കും. പിന്നെ നമുക്ക് ഇവരുടെ ഈ ഒരു ആപ്പിൻ്റെ ഓപ്ഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇതിൽ IPOയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷനുണ്ട്. പിന്നെ സ്റ്റോക്കുകളിൽ SIP ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള ഓപ്ഷനുണ്ട്. IPO നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ റോളക്സ് റിംഗ് എന്ന് പറഞ്ഞൊരു IPO കമ്പനിയുടെ IPO ഓപ്പൺ ആണ്. അതിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇവർ തന്നെ അതിൻ്റെ ഒരു ഓവർവ്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലിസ്റ്റിംഗ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ തന്നെ ഇവർ തന്നെ ഇങ്ങോട്ട് പറയുന്നുണ്ടാകും. മറ്റ് പ്ലാറ്റ്ഫോമുകളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഈ ഒരു കമ്പനിയുടെ IPO നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ചെയ്യാൻ ചാൻസ് ഹൈ എന്നാണ് ഇവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഇവരുടെ ആൽഗോരിതം ബേസ്ഡ് ആയിട്ടുള്ള ARQ എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. ആ ഒരു സർവീസ് വഴിയാണ് ഈ ഒരു പ്രെഡിക്ഷൻ വരുന്നത്. പിന്നെ വരുന്നൊരു ഓപ്ഷനാണ് സ്റ്റോക്ക് SIP. സ്റ്റോക്ക് SIP വഴി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ കൂട്ടം സെലക്ട് ചെയ്തിട്ട് ആ ഒരു നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകളിൽ നമുക്ക് കൃത്യമായിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ്, അതുപോലെ തന്നെ ഫ്രീക്വൻസി, മന്ത്ലി വേണോ അല്ലെങ്കിൽ വീക്കിലി വേണോ ഡെയിലി വേണോ, പിന്നെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, എമൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റോക്കുകളിലും ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. പിന്നെ സ്റ്റോക്ക് SIP ഓർഡർ ബുക്ക്, മാർജിൻ കാൽക്കുലേറ്റർ, ഇത്രയുമാണ് ആദ്യത്തെ ഓപ്ഷൻ വരുന്നത്. പിന്നെ ARQ അഡ്വൈസറി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. ഇത് മുൻപ് സൂചിപ്പിച്ച ARQ അൽഗോരിതം ബേസ്ഡ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസാണ്. പിന്നെ ഏഞ്ചൽ പ്ലാറ്റിനം എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട്. ഇത് പോർട്ട്ഫോളിയോ മാനേജ്മെൻ്റ് ആണ്. അതിന് ചാർജ് വരുന്നുണ്ട് 5,000 രൂപ പ്ലസ് GST ആണ് വർഷം ഇവർ ഈടാകുന്ന സർവീസ് ചാർജ്. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഏതൊക്കെ ഓപ്ഷൻസിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് ലിസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. IPO, പിന്നെ FPO, പിന്നെ ഓഫർ ഫോർ സെയിൽ, പിന്നെ സോവറൈൻ ഗോൾഡ് ബോണ്ട്, ഇൻഷുറൻസ്, അതുപോലുള്ള കാറ്റഗറികളിലൊക്കെ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും പർച്ചേസ് ചെയ്യുവാനും സാധിക്കും. പിന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് വരുന്നത്. മ്യൂച്വൽ ഫണ്ടിനായിട്ട് ഇവർക്ക് ഏഞ്ചൽ ബി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിൽ നമുക്ക് SIP അല്ലെങ്കിൽ ലംസം രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. അതിൻ്റെ ഓർഡർ സ്റ്റാറ്റസ്, പിന്നെ ന്യൂ ഫണ്ട് വരികയാണെങ്കിൽ NFO, അങ്ങനെയുള്ള ഫീച്ചേഴ്സാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ റിപ്പോർട്ട് എന്ന് പറഞ്ഞതിൽ നമ്മുടെ ട്രാൻസാക്ഷൻ റിപ്പോർട്ട്, റിസർച്ച് റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ഫീഡ്ബാക്ക്, പിന്നെ സ്മാർട്ട് മണി എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ആ ഒരു പോഡ്കാസ്റ്റ് സർവീസ്. പിന്നെ നമുക്ക് ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട്. വെസ്റ്റർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമുക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി സാധിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഏഞ്ചൽ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ക്വിക്ക് ആയിട്ടുള്ളൊരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, ആഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുക. നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആയിരിക്കും. ആ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്നും നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ UPI വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് 500 രൂപ ആഡ് ചെയ്തു. അതിനുശേഷം ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ആഡ് ചെയ്ത് 500 രൂപ അവിടെ വന്നിട്ടുണ്ട്. ഇനി എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങാമെന്ന് നോക്കാം. നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് പിക്ക് ചെയ്യുക. ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് IDFC ഫസ്റ്റ് ബാങ്ക് ചൂസ് ചെയ്തു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു സ്റ്റോക്കിൻ്റെ ഇപ്പോൾ നിലവിലെ മാർക്കറ്റിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായി സാധിക്കും. ചാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓവർവ്യൂ കാണാം. അതുപോലെ തന്നെ ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഡെറിവേറ്റീവ്സ്, ഫണ്ടമെൻ്റൽസ്, അങ്ങനെ കുറച്ചധികം കാറ്റഗറിയിൽ ഓപ്ഷൻസ് നമുക്ക് ഓരോ സ്റ്റോക്കിലും നമുക്ക് ചെക്ക് ചെയ്യുവാനായി സാധിക്കും.
ഇപ്പോൾ ഫണ്ടമെൻ്റൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വാല്യുവേഷൻ, അതിൻ്റെ ഫൈനാൻഷ്യൽ ട്രെൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. പിന്നെ ടെക്നിക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിപ്പോൾ ബുള്ളിഷ് ആണോ ബിയറിഷ് ആണോ അല്ലെങ്കിൽ ന്യൂട്രൽ ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ അറിയാം. അപ്പോൾ ഇത് വാങ്ങുവാനായിട്ട് നമുക്ക് മുകളിൽ ബൈ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് എൻ്റർ ചെയ്യുക. ഇപ്പോൾ 51 രൂപ 90 പൈസയാണ് നിലവിലെ പ്രൈസ്. അപ്പോൾ അത് വെച്ച് നമ്മുടെ 500 രൂപയ്ക്ക് നമുക്ക് ഏകദേശം 9 സ്റ്റോക്കാണ് വാങ്ങുവാനായി സാധിക്കുന്നത്. 9 സ്റ്റോക്കിന് വരുന്നത് 467 രൂപയാണ്. ഇങ്ങനെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ചാർജസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുവാനായി സാധിക്കും. താഴെ ആപ്ലിക്കബിൾ ചാർജ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഇല്ലെങ്കിൽ വിൽക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചാർജുകളൊക്കെ തന്നെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഈ ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ബ്രോക്കർ ചാർജ് 0 ആണ്. പിന്നെ ട്രാൻസാക്ഷൻ ചാർജ് വരുന്നുണ്ട്. പിന്നെ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ചാർജ് STT എന്ന് പറഞ്ഞൊരു 46 പൈസ വരുന്നുണ്ട്. പിന്നെ സെബി ടാക്സ് ഇല്ല. സ്റ്റാമ്പ് ഡ്യൂട്ടി 0.07. അങ്ങനെ ടോട്ടൽ ചാർജ് വരുന്നത് 54 പൈസയാണ് ഈ ഒരു ഓർഡറിൻ്റെത്. ഈ ചാർജുകളൊക്കെ തന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉള്ളതാണ്. പക്ഷേ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ ഇത് ഹിഡൻ ആയിരിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. അതായത് ഇപ്പോൾ നമുക്ക് ഒരു പ്രൈസ് നൽകാം. ഈ ഒരു പ്രൈസ് വരുമ്പോൾ മാത്രം ഓർഡർ എക്സിക്യൂട്ട് ചെയ്താൽ മതി എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 50 രൂപ ആകുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആയാൽ മതിയെങ്കിൽ നമുക്ക് പ്രൈസ് 50 ഇട്ട് ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യാം. ഏതെങ്കിലും മാർക്കറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ലൈവായിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എത്രയാണോ ആ ഒരു പ്രൈസിൽ ഓർഡർ എക്സിക്യൂട്ട് ആകും. ഇപ്പോൾ ഞാൻ ലൈവ് മാർക്കറ്റ് പ്രൈസ് കൊടുക്കുകയാണ് 9 സ്റ്റോക്ക്. ഞാൻ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. കൺഫേം ബൈ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഓപ്ഷൻ വന്നു. കൺഫേം ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അത്രയും ചെയ്തപ്പോൾ തന്നെ ഓർഡർ എക്സിക്യൂട്ടായി. ഞാൻ 9 സ്റ്റോക്ക് വാങ്ങി. ആവറേജ് പ്രൈസ് വരുന്നത് 51 രൂപ 85 പൈസയിലാണ്. നമുക്ക് ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് താഴത്ത് കാണിക്കും. ഇപ്പോൾ ഞാൻ 51 രൂപ 85 പൈസക്ക് വാങ്ങി. ഇപ്പോൾ നിലവിലെ പ്രൈസ് 51 രൂപ 85 പൈസ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഗെയിൻ 0 ആണ്. ഇനി താഴത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര രൂപയാണ് നഷ്ടം, ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് ഗെയിൻ വന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ അറിയുവാനായി സാധിക്കും. ഇനി പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ പോർട്ട്ഫോളിയോയിൽ അത് വന്നിട്ടുണ്ടാകും. നമ്മൾ ഒരു 9 സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്, നമ്മളുടെ കറണ്ട് പോർട്ട്ഫോളിയോ വാല്യൂ, അതുപോലെ തന്നെ ഗെയിൻ ആണോ ലോസ് ആണോ, അത് എത്ര പെർസെൻറ്റേജ് ആണ്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പോർട്ട്ഫോളിയോയിലൂടെ അറിയുവാനായി സാധിക്കും. ഇനി വാങ്ങിയ സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ നമ്മൾ പോർട്ട്ഫോളിയോയിൽ വന്നിട്ട് ആ ഒരു കമ്പനി ചൂസ് ചെയ്യുക, സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എത്ര സ്റ്റോക്കാണോ വിൽക്കേണ്ടത് അത് നമ്മൾ എൻട്രി ചെയ്ത് നൽകുക. പ്രൈസ് നമുക്ക് ലിമിറ്റ് ഓർഡർ വേണ്ട പ്ലേസ് ചെയ്യുക. ഇപ്പോൾ 51 രൂപ 85 പൈസക്കാണ് ഞാൻ വാങ്ങിയത്. 52 രൂപ ആകുമ്പോൾ വിറ്റാൽ മതിയെങ്കിൽ 52 രൂപ എൻട്രി ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 52 രൂപ ആകുമ്പോൾ ഓർഡർ എക്സിക്യൂട്ട് ആകും. ഇല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈവ് മാർക്കറ്റ് പ്രൈസിൽ സെൽ ചെയ്യുവാനായി സാധിക്കും. സെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ ഈ രീതിയിലാണ് ഏഞ്ചൽ ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോം വഴി സ്റ്റോക്ക് വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്നത്. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി